ശ്രീ കെ പി നൌഷാദ് അലി, DMK ഭരിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. YS ജഗൻമോഹൻ റെഡ്ഡി ഭരിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇപ്പോൾ അവിടെ TDP ഭരിക്കുന്നു. നിങ്ങൾ ഭരിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. സോളാർ എനർജി കോർപ്പറേഷനുമായി കരാർ ഉണ്ടാക്കിയ സംസ്ഥാനങ്ങൾ BJP സംസ്ഥാനങ്ങൾ മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണിയുടെ സംസ്ഥാനങ്ങളായിരുന്ന സംസ്ഥാനങ്ങളുമുണ്ട് എന്നിരിക്കെ അദാനിയെക്കുറിച്ച് സമരം നടത്താൻ എന്നുള്ളത് പോട്ടെ, ഈ സ്പെസിഫിക്കായി അമേരിക്കയിൽ നിയമ നടപടി തുടങ്ങിയിട്ടുള്ള ഇവിടുത്തെ ഈ സ്പെസിഫിക്കായ കോർപ്പറേറ്റ് അഴിമതിയെക്കുറിച്ച് ഒരുമിച്ച് ഒരക്ഷരം പറയാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയില്ല എന്ന് നമുക്കതിൽ നിന്ന് സ്വാഭാവികമായി മനസ്സിലാക്കിയെടുക്കണ്ടേ? അഭിലാഷ്, ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ മടിയിൽ കനമുള്ളവർക്ക് വഴിയിൽ ഭയക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അഭിലാഷ് ചോദിച്ച ചോദ്യം തന്നെ രാഹുൽ ഗാന്ധിയോട് ഈ അമേരിക്കയിൽ നിന്നുള്ള വെളിപ്പെടുത്തലുകൾ വന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ പത്രലേഖകർ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞ മറുപടി, ഈ അദാനിയുമായി ബന്ധപ്പെട്ട് ഈ ക്രമക്കേടിൽ ഭാഗഭാക്കായവർ ഈ രാജ്യത്താരാണെങ്കിലും അവർക്കെതിരെ മുഖം നോക്കാതെയുള്ള സമരത്തിനും പ്രതിഷേധത്തിനും ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെ ഏത് പാർട്ടി ഏത് ഭരണാധികാരി എന്നുള്ളതല്ല, ഈ $265 മില്യൺ കോഴ കൊടുത്തു എന്ന് അമേരിക്ക കണ്ടത് അവിടുത്തെ നീതിന്യായ അല്ലെങ്കിൽ അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട ആധികാരിക സ്ഥാപനങ്ങൾ വെളിപ്പെടുത്തിയൊരു വിഷയത്തിൽ തീർച്ചയായിട്ടും ഇവിടെ ആരുണ്ട് ആരില്ല എന്നുള്ളൊരു വിഷയത്തിനൊരു പ്രസക്തിയേയില്ല. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഇവിടെ സന്ധിയില്ലാത്തൊരു സമരവുമായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് പോകുന്നത്. അഭിലാഷ്, ഒരു കാര്യം ആലോചിക്കണം. ഈ അദാനി എന്നയാൾ ലോകത്തെ മറ്റു മുതലാളിമാരെ പോലെയോ കോർപ്പറേറ്റ് ഭീമന്മാരെ പോലെയോ അല്ല. അയാൾക്ക് ആകാശവും കരയും കടലും മാത്രമല്ല, സ്വന്തമായിട്ട് ഒരു പ്രധാനമന്ത്രി കൂടി സ്വന്തമായി പോക്കറ്റിലുള്ള ഒരു അധികായനാണ് അദാനി. ലോകത്ത് ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ഒരു ബഹുരാഷ്ട്ര കുത്തകൾക്കും അങ്ങനെ ഒരു അവകാശവാദം ഉണ്ടാവുകയില്ല. അത്തരം ഒരാൾക്കെതിരെ സന്ധിയില്ലാതെ എല്ലാ കഷ്ടനഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് ഇതപര്യന്തം പോരാടുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിലേക്കാണ് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് ആശയപരമായ ഒരു പരിസരത്തെ തിരിച്ചു കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ പ്രിവി പേഴ്സ് നിർത്തലാക്കലും ബാങ്ക് ദേശസാൽക്കരണവും അത്തരത്തിലുള്ള പാവപ്പെട്ടവനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് നടപടികൾക്ക് ശേഷം ഇന്ന് കോൺഗ്രസ് ആശയപരമായിട്ട് അതിൻ്റെ ആ പ്രതാപം വീണ്ടെടുക്കുകയാണ്. ഇതൊരു അൺകോംപ്രമൈസിംഗ് ആയ ഒരു സ്റ്റാൻഡാണ് അഭിലാഷേ. ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഈ രാജ്യത്തെ അഴിമതിക്കാരുടെ ഭാഗഭാക്കായ ആളുകളാണ് എന്ന് പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് കഴിഞ്ഞ ഹിൻഡൻബർഗ് വിഷയത്തിൽ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ നടപടികൾ വന്നു, MP സ്ഥാനം റദ്ദായി, തടവ് ശിക്ഷ വിധിച്ചു, സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തായി, എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം ഒരു കഴഞ്ചു പോലും പിറകോട്ട് പോയിട്ടില്ല. അതാണ് ഇച്ഛാശക്തി, അതാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയത്തിലെ മേധാശക്തി. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു.